ഒരു ബോഡി ബിൽഡിംഗ് ജഡ്ജ് എങ്ങനെയാണ് നിങ്ങളെ മത്സരത്തിൽ വിലയിരുത്തുന്നത്? എന്താണ് പ്രൊപ്പോർഷൻ, സിമെട്രി, പോസിംഗ്, ഡെഫിനിഷൻ? സിമെട്രി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം, ഇതിന്റെ ബാലൻസ്ഡ് ആയ ഒരു കാര്യത്തിനാണ്. പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ചെസ്റ്റിന്റെ വലിപ്പം അതിനോടനുബന്ധമായിരിക്കണം ഡെൽറ്റോയിഡ്, ബൈസെപ്സ്, ട്രൈസെപ്സ് എല്ലാം. ഫോറാംസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല വീക്കായി വണ്ണം കുറഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷൻ പോയി. പലരും പറയുന്നതാണ് ലെഗ് നല്ല വലിപ്പം വരട്ടെ എന്നുള്ളത്. ലെഗ് നല്ല വലിപ്പം വന്നു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ പോയി കഴിഞ്ഞാൽ അവിടെയും മാർക്ക് കുറവാണ്. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് മസ്കുലാരിറ്റി. മസ്കുലാരിറ്റി എന്ന് പറയുമ്പോൾ വോളിയത്തിൽ മാത്രമല്ല, അതിനനുസരിച്ചുള്ള ഫുൾനെസ്, ഡെൻസിറ്റി, മെച്യൂരിറ്റി. അടുത്താണ് ഡെഫിനിഷൻ. ഈ ക്വാഡ്സ് ഒക്കെ നല്ല വലിപ്പത്തിൽ വന്ന് ഈ ലാറ്ററാലിസും മീഡിയാലിസും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ അത്ര ഇല്ല. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ എങ്ങനെ നിങ്ങളെ മസിലിനെ അവതരിപ്പിക്കുന്നു ജഡ്ജസിന് മുമ്പിൽ എന്നാണ്. ഒരു പോസ് വിളിച്ചു, സ്റ്റേജിൽ ഒരു 7 പേരുണ്ട്, ഒരു ജഡ്ജിന് എത്ര സെക്കൻഡ് ടൈം കിട്ടും? ഇങ്ങനെ കൈയടിച്ച് ഇവിടെ നിന്ന് വിളിച്ച് ലെഗൊക്കെ ഒന്ന് കാണിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും റിലാക്സ് പറഞ്ഞോ. പോസ് വിളിച്ച് കഴിയുന്നത് നിങ്ങൾ ആ പോസിൽ എത്തിയിരിക്കണം. നേരം വൈകി ഓടി വന്ന് ഫ്രണ്ടിലത്തെ സ്റ്റേജും കൂടെ ചാടി കയറി കൃത്യസമയത്ത് മൈക്കിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നവർക്ക് നിന്ന് ടേൺ ചെയ്ത് സ്റ്റേജിന്റെ താഴെ നിന്ന് നിങ്ങൾക്ക് വെള്ളം എറിഞ്ഞു തരുന്നു, അത് നിങ്ങൾ കുടിച്ചിട്ട് തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നു.